എമ്മിനെ ഞങ്ങൾ കാണാൻ വന്നത് പി സി ജോർജിൻ്റെ നടത്തിയ വർഗീയ പരാമർശത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പാലാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആണ് ഞങ്ങൾ എമ്മിനെ കണ്ട് പരാതി കൊടുത്തത്. പി സി ജോർജ് നടത്തിയ വർഗീയ പരാമർശത്തിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നുള്ള കാര്യം നമ്മൾ എമ്മിനെ നമ്മുടെ ആ ഉത്കണ്ഠ എമ്മിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം പി സി ജോർജ് തുടർച്ചയായി വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു. പി സി ജോർജ് ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുന്നു. ഇത്തരം പരാമർശങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് നിരവധി ഓൺലൈൻ മാധ്യമങ്ങളും നിരവധി യൂട്യൂബ് ചാനലുകളിലുമൊക്കെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു. ഒരു സമൂഹത്തെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ വർഗീയവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ മേൽ ഇതര മതസ്ഥർക്ക് വിദ്വേഷം വരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നിരവധി മാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തുന്നു. ഇതിനൊക്കെ തുടക്കമിട്ട് പി സി ജോർജ് കൊടുത്തിട്ട് പി സി ജോർജിനെതിരെ പരാതി കൊടുത്തിട്ട് നിരവധി പരാതികൾ യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഫ്രറ്റേണിറ്റി പോലെയുള്ള പല സംഘടനകളുടെ ഭാഗത്തുനിന്നും പി സി ജോർജിനെതിരെ പരാതി കൊടുത്തു. എന്നിട്ടും പാലാ പോലീസിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞ പി സി ജോർജിനെതിരെ ഈ വർഗീയ ലവ് ജിഹാദ് പരാമർശത്തിൽ കേസെടുക്കുന്നില്ല എന്നാണ്. അതിനെതിരെയാണ് ഞങ്ങൾ എമ്മിനെ കാണാൻ വന്നിരിക്കുന്നത്. ആ ഒരു കാര്യം മാത്രമാണോ ശ്രദ്ധയിൽപ്പെടുത്തിയത്? അതും അതോടൊപ്പം തന്നെ കാസ എന്ന് പറയുന്ന സംഘടന നടത്തുന്ന വർഗീയ പരാമർശങ്ങളും ഞങ്ങൾ എമ്മിൻ്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാസയുടെ ചാനലുകളിലൂടെ വാട്സപ്പ് ചാനലുകളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും അവർ നടത്തുന്ന നിരവധി വർഗീയ പരാമർശങ്ങളുണ്ട്. അവർ വളരെ മോശമായ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളും വിദ്വേഷ പരാമർശങ്ങളും അവരുടെ ചാനലിലൂടെ നടത്തുന്നുണ്ട്. അതിൻ്റെ ലിങ്കുകളും അവരുടെ ചാനലുകൾ വന്നിരിക്കുന്ന പോസ്റ്റുകളുടെ കോപ്പികളൊക്കെ ഞങ്ങൾ എമ്മിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എം തീർച്ചയായും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാമെന്നുള്ള അനുകൂല നിലപാടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളതിൽ വിശ്വസിക്കുകയാണ്. നമുക്ക് പ്രത്യാശയുണ്ട്.